ഫെബ്രുവരി 1 രാവിലെ 7:45 കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് പനമരം നീർവാരം സ്വദേശിനി നിഷ മരിച്ചത്. ശസ്ത്രക്രിയയെ തുടർന്നുണ്ടായ പഴുപ്പ് ആന്തരിക അവയവങ്ങളെ ബാധിച്ചു. രക്തത്തിൽ കലർന്നു തുടങ്ങിയ കാരണങ്ങളാണ് മരണകാരണമായി പറഞ്ഞത്. ആദ്യം കൺസൾട്ട് ചെയ്ത സമയത്ത് എടുത്ത CT റിപ്പോർട്ടിൽ കിഡ്നിക്ക് യാതൊരു തകരാറില്ല, നോർമൽ ഇൻ ഷേപ്പ് എന്ന് കാണുകയും പിന്നീട് മരണശേഷം വന്നിട്ടുള്ള റിപ്പോർട്ടിൽ ഡെത്ത് കോസായിട്ട് പറയുന്നത്, മരണകാരണമായിട്ട് പറയുന്നത് കിഡ്നി ഇഞ്ചുറിയും ഈ പറഞ്ഞ പഴുപ്പ് മറ്റ് ആന്തരിക അവയവങ്ങളെയും ബ്ലഡിലേക്കും ബാധിച്ചുമാണ് കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ അത് തീർത്തും ആദ്യത്തെ സർജറിയിൽ വന്നിട്ടുള്ള പിഴവാണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ മാനന്തവാടി സെന്റ് ജോസഫ് മിഷൻ ആശുപത്രിയിൽ വെച്ച് നിഷയുടെ ഗർഭപാത്രം നീക്കിയിരുന്നു. പിന്നാലെ അസഹ്യമായ വേദനയും ഛർദിയും ഉണ്ടായി. മുറിവ് ഉണങ്ങിയുമില്ലെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. ജനുവരിയിൽ വീണ്ടും അഡ്മിറ്റായി. പരിശോധനയിൽ വയറ്റിൽ മുഴ രൂപപ്പെട്ടെന്നും പഴുപ്പ് അടിഞ്ഞുകൂടിയെന്നും കണ്ടെത്തി. ജനുവരി 16 വീണ്ടും ശസ്ത്രക്രിയ നടത്തി. ജനുവരി 28 ഡിസ്ചാർജായി. 29 വീണ്ടും അവശയായി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കാരണം പോലും വ്യക്തമാക്കാതെ മൂന്നാമത്തെ ശസ്ത്രക്രിയയും നടത്തിയെന്നാണ് ആരോപണം. ഈ രണ്ടാമത്തെ സർജറിയോ മൂന്നാമത്തെ സർജറിയോ ചെയ്യുന്നതിന് ആ ഒരു സമയത്ത് പോലും ഇവിടുത്തെ ഒരു ഫെസിലിറ്റി കുറവാണോ, നിങ്ങൾ ഇതിൻ്റെ സീരിയസ്നെസ് ഇങ്ങനെയാണ് എന്ന് കുടുംബത്തെയോ ബന്ധുക്കളെയോ ബോധിപ്പിച്ചില്ല. അങ്ങനെ ബോധിപ്പിച്ചിരുന്നു എങ്കിലും തുടർ ചികിത്സയ്ക്ക് നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് കോഴിക്കോട് പോലുള്ള ഈ അവസാന നിമിഷം നമ്മൾ കൊണ്ടുപോയിട്ടുള്ള ബേബിയോ മിംസിലേക്കൊക്കെ നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നതിന്. പക്ഷെ അതും അവർ പറഞ്ഞില്ല. ഇത് അവരുടെ ആദ്യത്തെ സർജറിയുടെ പിഴവാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. എന്നാൽ നിഷയ്ക്ക് കൃത്യമായ ചികിത്സയാണ് നൽകിയതെന്നും തങ്ങളുടെ ഭാഗത്ത് പിഴവുണ്ടായിട്ടുമില്ല എന്നാണ് മാനന്തവാടി സെന്റ് ജോസഫ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. മാതൃഭൂമി ന്യൂസ്, വയനാട്.